ഞാൻ വന്നത് നിന്റെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയാനാ. വെറുതെ വഴക്കുണ്ടാക്കാനാണെങ്കിൽ റോൺ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഇനി ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനു വെറുതെ വഴക്കുണ്ടാക്കണം? എനിക്കൊപ്പം ജീവിക്കാൻ തയ്യാറായ പെണ്ണല്ലേ നീ. നമുക്കൊരു മനസ്സും 2 ശരീരവുമായിരിക്കണം. അങ്ങനെയാണ് ബൈബിള് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാരായ അങ്ങനെ ആകണമെന്നാ. തമാശ കളയ റോണി, എന്താ കാര്യമെന്ന് പറയും. താര എവിടെ ഉണ്ടെന്ന് പറയണമെന്ന് എന്നോട് ഞാൻ ആവശ്യപ്പെട്ടു. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണോന്ന് അറിയത്തില്ല, നീ അത് തള്ളിക്കളഞ്ഞു. പക്ഷെ എനിക്കങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. കാരണം താര നഷ്ടപ്പെടുത്തുന്ന സ്വത്തുക്കൾ എന്റേതല്ലേ. റോണി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മനസ്സിലാക്കാനൊന്നുമില്ല. താര ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ മാത്രമല്ല, ഇനിയും ബാങ്കിൽ നിന്നും ചെക്ക് മാറി ക്യാഷ് എടുക്കാനും സ്ഥലം വിൽക്കാനും ഒക്കെ കഴിയൂ. താര ജീവനോടെ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലോ? താരെ കൊലപ്പെടുത്താമെന്ന് റോണി കരുതുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതിന് താരെ കണ്ടെത്തണ്ടേ? വേണ്ട, താരെ കണ്ടെത്താതെ തന്നെ കൊലപ്പെടുത്താനുള്ള വഴി എനിക്കറിയാം. നാളെ 10 മണിക്ക് മുമ്പ് താരയുടെ കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി കിട്ടും. പോസ്റ്റ്മോർട്ടം നടത്തുന്നതോടെ അത് താര തന്നെയാണെന്ന് വ്യക്തമാവും. ദുഃഖം നിറഞ്ഞ കുടുംബാംഗങ്ങൾ, ശവസംസ്കാര ചടങ്ങ്, പത്രങ്ങളിലെ ചരമക്കോളത്തിലെ വാർത്ത. അങ്ങനെ താര എന്ന വ്യക്തി മരണപ്പെട്ടുവെന്ന് ലോകമറിയും. ഇപ്പൊ ഈ മുഖത്തുണ്ടായ ഞെട്ടലുണ്ടല്ലോ, ഇതാ എനിക്ക് കാണേണ്ടിയിരുന്നത്. ഇത് കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചുവെന്ന് വരുത്തി തീർക്കുന്നത് മഹാപാപോ? പാപവും നന്മയല്ല ആരാ നിശ്ചയിക്കുന്നത്? നമ്മളൊക്കെ തന്നെയല്ലേ. ഇങ്ങനെ ഒരു നീക്കം നടത്തിയതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവുന്നത്? താരയുടെ മരണം കഴിഞ്ഞാൽ അവളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം എനിക്കും ഡാഡിക്കും മാത്രമായിരിക്കും. അതിനു വേണ്ടിട്ടാ ഞാനിപ്പോ താരയെ ജീവനോട് ദഹിപ്പിക്കുന്നത്. എന്നാലും റോണി, ഇത് ഇത്തിരി കടുപ്പായി പോയില്ലെന്ന് എന്റെ സംശയം. തനിക്കെന്താ ഇത്ര സഹതാപം? താര തന്റെ കൂടപ്പിറപ്പൊന്നുമല്ലല്ലോ. ഒരാളെ കൊല്ലുന്നതിലും വലിയ ശിക്ഷ ഇത്. എങ്കിൽ അവൾ എവിടെ ഉണ്ടെന്ന് നീ പറയേ. ഞാൻ അവളെ കൊണ്ട് എന്റെ താല്പര്യം അനുസരിച്ചൊക്കെ ചെയ്യിച്ചോളാം. റോണി, ഞാൻ വേണ്ട, ഇനിയും നീ ഒന്നും അറിയില്ലെന്ന് പറയണ്ട. എനിക്കറിയാം, നിനക്കെല്ലാം അറിയാമല്ലോ. അപ്പൊ ഞാൻ പോട്ടെ. ഈ സന്തോഷ വാർത്ത തൽക്കാലം മറ്റാരും അറിയണം. എന്താ, പേടിച്ചു പോയോ? ഇല്ല. തന്റെ ബുദ്ധിയാ പോയതല്ലേ? എന്താ എന്നെ ഒന്ന് വിളിച്ച് പരിചയപ്പെടുത്താത്തെ? അത് താൻ മറന്നു. എനിക്കറിയാം, അല്ലെങ്കിലും താൻ മറക്കൂന്ന്. പിന്നെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ കേട്ടു. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ മനഃപൂർവ്വം മറിഞ്ഞു എന്ന് കേട്ടൊന്നുമല്ല. ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോ കേട്ടുപോയതാ. ആരാ ഈ താര? എന്തിനാ അവരെ കൊലപ്പെടുത്തുന്നത്? കൊലപ്പെടുത്തുകയോ? ആരെ? എന്തിനു? അതാ എനിക്ക് മനസ്സിലാവാത്തത്. കല്യാണം ഫിക്സ് ചെയ്ത ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ ഇങ്ങനെയൊരു സംസാരം കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അത് റോണി വെറുതെ തമാശ പറഞ്ഞതാ. തമാശയൊന്നും അല്ലാന്ന് ജാനിയുടെ മുഖം കണ്ടാ അറിയാം. പിന്നെ താര എന്നൊരാളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാ റോണി നടത്തുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങളുടെ സംസാരം മുഴുവൻ മറഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു അല്ലേ? മനഃപൂർവ്വം അല്ല ജാനി, കേട്ടുപോയതാ. ഇക്കാര്യത്തെ കുറിച്ച് നമ്മളിപ്പോ ഒന്ന് സംസാരിക്കാതിരിക്കുന്നേ നല്ലത്. നിക്ക്. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പകരം മറ്റൊരാളുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ആൾമാറാട്ടം നടത്തി മരിച്ചു എന്ന് വരുത്തി തീർക്കുന്നത് ശരിയല്ലാട്ടോ.